നമസ്തേ, ഏവർക്കും ഡ്രീം വെഡ്യൂ ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലോക്കഥയെക്കുറിച്ചാണ് പറഞ്ഞത്. ആ ലോക്കഥയാണ് ഇന്ന് പഠിക്കുന്നത്. നോക്കൂ, ചിത്രം നോക്കൂ. ചിത്രത്തിലെ വയസ്സായ ഒരു അമ്മയെ കാണാം, ഒരു സ്ത്രീയെ കാണാം, പിന്നെ ഒരു മത്സ്യബന്ധനക്കാരൻ, അതായത് മച്ചുവാരെ കാണാം. പഹായേക്ക് ബെച്ച, അവിടെ ഒരു കുട്ടിയുണ്ട് അല്ലേ? ഇതൊക്കെയാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത്. നമുക്ക് പാഠത്തിലേക്ക് പോയാലോ. സമുദ്രയ്ക്ക് കിനാരെ ഏക്ക് ഗാവ് താ. സമുദ്രത്തിൻ്റെ സമീപത്ത് ഒരു ഗാവ് ഉണ്ടായിരുന്നു. ഗാവ് മീൻസ് ഗ്രാമം, വില്ലേജ്. ഗാവ് മേ ഏക്ക് മച്ചുവാരെ കാ പരിവാർ രഹത്താ താ. ആ ഗ്രാമത്തിലെ ഒരു മച്ചുവാരയുടെ കുടുംബം താമസിച്ചിരുന്നു. മച്ചുവാരെ, മത്സ്യബന്ധനക്കാരൻ, അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബം അവിടെ താമസിച്ചിരുന്നു. ഉസ് പരിവാർ മേ ചാർ ലോഗ് ഥേ. ആ പരിവാറിൽ ചാർ ലോഗ്, 4 ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലും അച്ഛൻ, അമ്മ, കുട്ടികൾ, മുത്തശ്ശൻ, മുത്തശ്ശി, അങ്ങനെ കുറേ ആൾക്കാരില്ലേ? ഇവിടെ 4 പേരാണ് ആ പരിവാറിലുണ്ടായിരുന്നത്. മച്ചുവാരിൻ, അതായത് മച്ചുവാരയുടെ ഭാര്യ, ഉസ്കാ പതി, അവളുടെ ഭർത്താവ്, ഉൻകാ ഏക്ക് ബെച്ച, അവരുടെ ഒരു കുട്ടി, അവർ മച്ചുവാരയ്ക്ക് മാം. അതുകൂടാതെ പിന്നെ ആരാണ്? മച്ചുവാരയുടെ അമ്മ, അതാണ് ഈ സ്ത്രീ. മച്ചുവാര സമുദ്രസേ മച്ചലി പകടുക്കർ ലാത്ത. മച്ചുവാര എന്ത് ചെയ്യും? സമുദ്രത്തിൽ നിന്നും മച്ചലി, മത്സ്യം, പകടുക്കർ, പിടിച്ചിട്ട് ലാത്ത കൊണ്ടുവരുന്നു. മച്ചുവാരൻ ഇൻ മച്ചലിയോങ്കോ, മച്ചുവാരയുടെ ഭാര്യ എന്ത് ചെയ്യും? ഇൻ മച്ചലിയോങ്കോ, ആ മത്സ്യത്തിനെ എവിടേക്ക് കൊണ്ട്? ബാസാറിലെ ജാക്കർ ബേച്ചെത്തി, ബാസാറിൽ കൊണ്ടുപോയി വിൽക്കുന്നു. ബാസാർ ചന്ത, മാർക്കറ്റ്. ജോ മച്ചലിയാം ബെച്ച് ജാത്തി, ഏത് മച്ചലിയാണോ ബെച്ച് ജാത്തി, മടക്കി കൊണ്ടുവരുന്നത്, അതായത് വിൽക്കാതെ മടക്കി വരുന്നത്. ഉനേം ബൂഢി അമ്മ, അതിന് ബൂഢി അമ്മ, വയസ്സായ അമ്മ, മുത്തശ്ശി, ധൂപ്പുമേം സുഖാത്തീതി, ആ മടക്കിക്കൊണ്ട് എല്ലാം വിൽക്കില്ല, കുറച്ച് ബാലൻസ് വരും. അതിനെ ബൂഢി അമ്മ എന്ത് ചെയ്യും? അതിനെ വെയിലിൽ ഉണക്കിയിരുന്നു. സുഖാത്തി, ഉണക്കുന്നു. സുഖാത്തീതി, ഉണക്കിയിരുന്നു. അവർ ബെച്ച ഓ പടാ പടാ രോ രഗത്ത, ആ കുട്ടി എന്താ ചെയ്യുന്നത്? വഹ് പടാ പടാ രോ രഗത്ത, കിടന്ന് വെറുതെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. കരച്ചിലാണ് മെയിൻ കാര്യം. അപ്പോൾ ഏകദേശം ഒരു ചിത്രം കിട്ടിയില്ലേ കഥയുടെ? അടുത്ത പേജ് നോക്കൂ. ഏക് ദിൻ മച്ചുവാര ജാൽ ലേക്കർ നാവുമേം ബൈട്ട. ഒരു ദിവസം മച്ചുവാര ജാൽ ലേക്കർ, മീൻ പിടിക്കുന്ന വലയാണ് ജാൽ. ജാൽ ലേക്കർ നാവുമേം ബൈട്ട, വലയും എടുത്തിട്ട് നാവിൽ പോയിരുന്നു. നാവ് തോണി അല്ലെങ്കിൽ ബോട്ട്. മച്ചുവാരിൻ മച്ചലിയാൻ ബേച്ചിനെ കേലിയെ ബാസാർ ചലി ഗയി. മച്ചുവാരൻ എന്ത് ചെയ്തു? മച്ചലി ബേച്ചിനെ കേലിയെ, മച്ചലി വിൽക്കുന്നതിന് വേണ്ടിയിട്ട് എവിടേക്കാണ് പോകുന്നത്? കഹാം ചലി ഗയി? ബാസാർ ചലി ഗയി, ബാസാറിൽ പോയി. മച്ചലി ബേച്ചിനെ കേലിയെ ബാസാർ ചലി ഗയി, ബാസാർ മാർക്കറ്റിൽ പോയി. ഘർ പർ ബൂഢി അമ്മ ബെച്ചി മച്ചലിയോങ്കോ ധൂപുമേ സുഖാ രഘീതി. വീട്ടിലാണെങ്കിലോ ആ ബൂഢി അമ്മ ബെച്ചി മച്ചലിയോങ്കോ, ആ ബാലൻസ് വന്ന, മടക്കിക്കൊണ്ടുവന്ന ആ മച്ചലിയെ ധൂപ്പുമേ സുഖാ രഘീതി, വെയിലിൽ ഇരിക്കുകയായിരുന്നു. അവർ ബെച്ച ഏക്ക് ചട്ടായി പർ പടപടാരോരഗാഥ. കുട്ടി എന്താ ചെയ്യുന്നത്? ഏക്ക് ചട്ടായി, ഒരു വിരിപ്പിൽ കിടക്കുന്നത്. അങ്ങനെയല്ലേ? ഒരു വിരിപ്പിലല്ലേ കിടക്കുന്നത്? ഒരു വിരിപ്പിൽ കിടന്നുകൊണ്ട് കരയുന്നുണ്ടായിരുന്നു. ബൂഢി അമ്മ ചബൂത്തരെ പർ ബൈഠീതി. ബൂഢി അമ്മ എവിടെയാണ് ഇരിക്കുന്നത്? കൈവരിയിൽ. ബൂഢി അമ്മ ചബൂത്തരെ, കൈവരിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. വഹേക്ക് ഹാത്ത് സേ ബെച്ചേക്കോ സഹലാരഗീതി. അവളെന്താ ചെയ്യുന്ന? ആ വയസ്സായ അമ്മ ഒരു കൈ കൊണ്ട് കുട്ടിയെ തലോടുന്നുണ്ടായിരുന്നു. അവർ ദൂസരേസെ, രണ്ടാമത്തെ കൈകൊണ്ട് കൗവോങ്കോ ഭഗാരഗീതി, കാക്കകളെ ഓടിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലെ അമ്മമാരും മുത്തശ്ശിമാരും അങ്ങനെയല്ലേ? അമ്മമാരാണെങ്കിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരെ എടുത്തും കൊണ്ട് എന്തൊക്കെ പണി ചെയ്യുന്നുണ്ടാവാം. 2 കൈ കൊണ്ടുള്ള പണിയൊന്നും ആയിരിക്കില്ല, അത്ര പണി ചെയ്യുന്നുണ്ടാവും. ഇവിടെ മുത്തശ്ശി എന്താ ചെയ്യുന്നത്?
മുത്തശ്ശി ഒരു കൈ കൊണ്ട് ആ കുട്ടിയെ തലോടി ആശ്വസിപ്പിക്കുന്നുണ്ട് കരയാതിരിക്കാൻ. രണ്ടാമത്തെ കൈ കൊണ്ട് കാക്കയെ ഓടിക്കുന്നുണ്ടായിരുന്നു. അടുത്ത പേജ് നോക്കൂ. ശാം ഹോ ഗയി, വൈകുന്നേരമായി. വൈകുന്നേരം ആ ചിത്രം നോക്കൂ. ചിത്രത്തിൽ എന്താ കാണുന്നത്? മച്ചുവാരൻ വരുന്നു, മച്ചുവാര വരുന്നു. പിന്നെ ബൂഢി അമ്മ എന്ത് ചെയ്യുന്നു? മീനൊക്കെ വാരിക്കൂട്ടുന്നു അല്ലേ, ഉണക്കാനിട്ട മീന്. ശാം ഹോ ഗയി, വൈകുന്നേരമായി. സമുദ്രസേ മച്ചുവാര, സമുദ്രത്തിൽ നിന്ന് മീൻപിടുത്തക്കാരന്. അവർ ബാസാർ സേ ഉസ്കി ബീബി ലൗട്ടിനെ ഹി വാലേ ഥേ. അതായത് സമുദ്രത്തിൽ നിന്ന് മച്ചുവാരയും ചന്തയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ബീബി ഭാര്യയും മടങ്ങി വരുന്നുണ്ടായിരുന്നു. ബൂഢി അമ്മാനെ സോച്ച ശാം ഹുയി. ഇത് കണ്ടതും ബൂഢി അമ്മ ആലോചിച്ചു, സോച്ച ആലോചിച്ചു. വൈകുന്നേരമായി, ശാം ഹുയി, വൈകുന്നേരമായി. അബുമേ സീഗടി മച്ചിലിയോങ്കോ സമേട്കർ അന്തർ ലേ ആവും. ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യും? സീഗടി മച്ചിലിയോങ്കോ, ആ മച്ചിലിയെ, ആ മത്സ്യത്തിനെ സമേട്കർ കൂട്ടി വാരിക്കൂട്ടിയിട്ട് എവിടെ കൊണ്ടുപോകും? അന്തർ, അകത്ത് കൊണ്ടുപോകും. ഉസ്നെ ബരാമതേമേം പടി മച്ചിലിയോങ്കോ ചുക്കർ ദേക്ക. അവൾ എന്ത് ചെയ്തു? ആ ബൂഢിയായ അമ്മ എന്ത് ചെയ്തു? ബരാമത, വരാന്തയിൽ കിടന്ന മച്ചിലിയോങ്കോ, മച്ചിലികളെ, മത്സ്യത്തിന്, ചുക്കർ ദേക്ക എന്ന് പറഞ്ഞാൽ തൊട്ടു നോക്കുക. തൊട്ടു നോക്കി. നമ്മളിങ്ങനെയല്ലേ ചെയ്യുക? നാളികേരം, നെല്ല്, അരി, മല്ലി, മുളക് ഇതൊക്കെ വെയിലത്തുണക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ പോയി നോക്കില്ലേ, ഉണങ്ങിയോ എന്ന്. അതേപോലെ ഈ മുത്തശ്ശിയും ആ മച്ചലി തൊട്ടു നോക്കി. മച്ചലിയ അഭീബി സുഖി നഹീന്തി. എന്നിട്ട് അവരിങ്ങനെ മനസ്സിൽ പറയുക അല്ലെങ്കിൽ ഓർക്കുകയാണ്. മച്ചലിയാം, മീനുകൾ, അഭീബി, ഇപ്പോഴും, അഭി ഇപ്പോൾ ഭി കൂടി, ഇപ്പോഴും കൂടി, സൂഖി നഹീന്തി, ഇപ്പോഴും അത് ഉണങ്ങിയിട്ടില്ല. ഈ സമയത്തും അത് ഇല്ലായിരുന്നു. ഇപ്പോഴും അത് ഉണങ്ങിയിട്ടില്ലായിരുന്നു. ഇത്രയും കഥ മനസ്സിലായല്ലോ. കഥ ഇഷ്ടപ്പെട്ടിട്ട് കഥയുടെ ബാക്കി ഭാഗം അടുത്ത പാർട്ടായിട്ടിടാം. ഈ കഥ ഇഷ്ടപ്പെട്ട്, ഞാൻ പറഞ്ഞു തന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അഭിപ്രായങ്ങളും അറിയിക്കുക. താങ്ക് യു.